നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നവഗ്രഹങ്ങളിൽ സേനാനായകനായ സത്വത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സാഹസികതയുടെ ഒക്കെ പ്രഭാകേന്ദ്രമായ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. ചൊവ്വ 2025 ഡിസംബർ 7-ാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 1201 മകരമാസം 1-ാം തീയതി വരെ, അതായത് 2026 ജനുവരി 15 വരെ ചൊവ്വ ധനുരാശിയിലാണ്. പിന്നെ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 3 രാശികൾ വൃശ്ചികം, ധനു, മകരം, ചൊവ്വ വളരെ ബലവാനാണെന്ന് അറിയുക. ഇപ്പോൾ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു. ഏതെല്ലാം രാശിക്കാർക്ക് ഈ ചൊവ്വ നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കാദ്യം ചിന്തിക്കാം. മേടം രാശിക്കാർക്കും, കർക്കിടകൻ രാശിക്കാർക്കും, തുലാൻ രാശിക്കാർക്കും, വൃശ്ചികൻ രാശിക്കാർക്കും, ധനുരാശിക്കാർക്കും, കുംഭൻ രാശിക്കാർക്കും, മീനം രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. മറിച്ച് ഇടവൻ രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, ചിങ്ങൻ രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, മകരൻ രാശിക്കാർക്കും ഈ ചൊവ്വ മിശ്ര ഫലങ്ങളെയും പ്രദാനം ചെയ്യാം, അല്ലെങ്കിൽ ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യാം. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകധർമ്മം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഭ്രാത സത്വഞ്ച ഭൗമ ക്ഷിതിരപി. ഭ്രാത സഹോദര കാരകനാവുന്നു ചൊവ്വ. സത്വമെന്നാൽ ഇളകാത്ത മനസ്ഥിതിയാണ്. സാഹസികത, ധൈര്യം, എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ചങ്കൂറ്റത്തെയൊക്കെയാണ് നാം സത്വബലം എന്ന് പറയുന്നത്. അത് ചൊവ്വയുടെ കൈമുതലാണ്. ക്ഷിതിരപി, ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. ചൊവ്വ ഭൂമികാരകനാണ്. അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും, കൺസ്ട്രക്ഷൻ മുതൽ ഭൂമി ക്രയവിക്രയങ്ങൾ, ഭൂമിയുടെ ലാഭം, ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ ബലവും കൂടി നാം അറിയേണ്ടതുണ്ട്. ഇവിടെ ചൊവ്വ ധനുരാശിയിൽ തൻ്റെ സുക്ഷേത്രത്തിൽ വളരെ ശക്തരായി നിലകൊള്ളുന്നു. അതിനാൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും ചാരവശാൽ ഈ ചൊവ്വയുടെ മാറ്റം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയം ചിന്തിക്കാം, ചർച്ച ചെയ്യാം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാവുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് ചൊവ്വ രാശിയിൽ തന്നെ നിൽക്കുന്നു. ചൊവ്വയ്ക്ക് 2 ഭാവാധിപത്യമാണ്. ഒന്ന് വൈകല്യവാനാണ്, മറ്റൊന്ന് 5-ാം ഭാവാധിപനാണ്. 5-ാം ഭാവാധിപത്യം ചൊവ്വയ്ക്കുള്ളതുകൊണ്ട് പലപ്പോഴും മക്കളുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഒരിക്കലും മക്കളുമായി പ്രകോപനമായ രീതിയിൽ പെരുമാറാൻ, ഇടപെടാൻ പാടില്ല. ധനുരാശിക്കൊരു സ്വഭാവമുണ്ട്, ബന്ധിദ്യുട്ടാണ്. ബന്ധുക്കളോട് ദ്വേഷിക്കും, ശത്രുത പുലർത്തും. അതിനാൽ മക്കളോടുള്ള സമീപനം ധനുരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായി മക്കളോട് ഓവർ സ്ട്രിക്റ്റ് പുലർത്തുക, അങ്ങേയറ്റം കഠിനമായി അവരെ നിർദ്ദയം പെരുമാറുക, അച്ചടക്കം പഠിപ്പിക്കാൻ വളരെയധികം ശ്രമിക്കുക. അതൊക്കെ 40 ദിവസക്കാലം എന്ത് ചെയ്യണം? ധനുരാശിക്കാർ നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വളരെയധികം ക്ലേശങ്ങൾ മക്കൾക്കുണ്ടാകാം. അവരെ സ്നേഹിച്ച് കൺട്രോൾ ചെയ്യാൻ, തൻ്റെ അധീനതയിലാക്കാൻ പഠിക്കുക. ധനുരാശിക്കാർ അത് ശീലമില്ല. ബന്ധുക്കളോട് ദ്വേഷിക്കും, അത് മക്കളോടായാലും ഭാര്യയോടായാലും ഒക്കെ തന്നെ ദ്വേഷിക്കുക. അതിനാൽ പലപ്പോഴും ദാമ്പത്യത്തിലും മക്കളുടെ വിഷയത്തിലും ഒക്കെ തന്നെ ക്ലേശങ്ങൾ ഉണ്ടാക്കും ഈ ചൊവ്വ എന്നറിയുക. അതിൽ നിയന്ത്രണം പാലിക്കുക. ചൊവ്വ വൈകല്യവാനാണ്. ശാരീരികമായി ശിരോജന്യമായ രോഗങ്ങൾ നോക്കണം. തലവേദന, ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന രോഗങ്ങൾ, പെട്ടെന്ന് തലയുറ്റി വീഴും. പാവയ ലഗ്നതയെ പരാജയ ശിരോരുഗ്, പല കാര്യത്തിലും പരാജയങ്ങൾ വരാം. ശിരോരുഗ്, നേത്രസംബന്ധമായ രോഗങ്ങൾ വരാം. ദുഃഖദുഷ്കീർത്തേഹ, ദുഷ്കീർത്തികൾ ഉണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും. ഇതര ക്രിയാഭിഗമനം, ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് ഓടിപ്പോകും. പെട്ടെന്ന് ജോലി മാറ്റങ്ങളൊക്കെ തീരുമാനിക്കും. വളരെ ശ്രദ്ധിക്കണം. സ്വതവേ ധനുരാശിക്കാർക്കിപ്പോൾ ബുധൻ 12-ലാണ്. ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനാൽ എടുത്ത് ചാടരുത് ഈ 40 ദിവസക്കാലം, ജനുവരി 15 വരെ എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ധനുരാശിക്കാരോട് നിർദ്ദേശിക്കുകയാണ്. വിലഗ്നേകുജയ ദണ്ഡലോഹ അഗ്നിഭീതിഹി. തനിക്ക് ശാരീരികമായി ശിരസ്സിന് രോഗം വരാം. ദണ്ഡലോഹ, എന്തെങ്കിലും വടി കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ തലയിൽ വീഴുക, കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ അടിയിലൂടെ
അടിഭാഗത്തൂടെ നടക്കും, പെട്ടെന്ന് പാരക്കഷ്ണമോ കമ്പിക്കഷ്ണമോ വീഴുക, തലയിൽ പരിക്ക് വരിക. തപേൻ മാനസം കേസരിക്കും ദ്വിതീയ, അങ്ങേറ്റം പരാക്രമിയാണ്, എങ്കിലും മനസ്സ് വളരെയധികം ദുഃഖങ്ങൾ വരും. കളത്രാധിഘാത, ഭാര്യയ്ക്ക് അപകടങ്ങൾ, ഭാര്യയ്ക്ക് രോഗങ്ങൾ ഉണ്ടാവുക. ശിരോ നേത്രപീഡ, കണ്ണുകൾക്കും ശിരസ്സിനും തലയ്ക്കും പീഡ രോഗങ്ങൾ വരിക. വിഭാഗേ ഫലാനാം സദൈവ ഉപസർഗ, പല കാര്യങ്ങളിലും ഫലം പഴുത്ത് പറിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്ത് വരുന്നതാണ്. താൻ എല്ലാം ആറ്റുനോറ്റെല്ലാം റെഡിയാക്കും, പക്ഷേ അവസാന സമയമാകുമ്പോഴേക്കും യു ക്യാൻ സീ പ്രോബ്ലംസ്. അതാണ് ചൊവ്വ. അതിനാൽ വളരെ സംയത ഇന്ദ്രിയന്മാരാകണം, വളരെയധികം ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും നേരിടുക 40 ദിവസക്കാലം. ഈ ചൊവ്വ നല്ല ചൊവ്വയാണ്, വ്യാഴക്ഷേത്രത്തിലെ ചൊവ്വയാണ്. നരേന്ദ്ര സജീവ, പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം, ആർക്കും പറ്റാത്ത ഇമ്പോസിബിളായ പല കാര്യങ്ങൾ ഏറ്റെടുക്കാം. പ്രത്യേകിച്ച് ടെക്നിക്കൽ മേഖലയിൽ നിയന്ത്രിക്കുന്ന ആളാണ് ചൊവ്വ. ആ രീതിയിൽ ധാരാളം നന്മകൾ ചൊവ്വ പ്രദാനം ചെയ്യും. ഖ്യാത, അതിലൂടെ പ്രശസ്തി ലഭിക്കും. അഭയ, അർത്ഥാന് ധനം ലഭിക്കും. ഭയമില്ലാതെ പ്രവർത്തിക്കും, പക്ഷേ സാഹസികത എടുത്തു ചാടാതിരിക്കുക. മന്ത്രപതിയാണ് ചൊവ്വ, അതിനാൽ സുബ്രഹ്മണ്യനെ ഭജിക്കുക. ഓം വജത് ഭുവേ നമഃ. ചെറിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ലതാണ്. ഓം വജത് ഭുവേ നമഃ. സുബ്രഹ്മണ്യന് പഞ്ചാമൃതം, പായസം അല്ലെങ്കിൽ ത്രിമധുരം വഴിപാടായി സമർപ്പിക്കുക. സുബ്രഹ്മണ്യ പൂജ ചെയ്യുക, ഷഷ്ഠി പൂജ ചെയ്യുക. മനസ്സിൻ്റെ ക്ലേശങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ മാറ്റം വരും. മക്കളെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. നന്ദി, നമസ്തേ.